ഹലോ ഗൈസ് ആൻഡ് വെൽക്കം ബാക്ക് ടു ബെസ്റ്റ് കാർ പിക്സ്. നമ്മൾ ഇന്നത്തെ വീഡിയോയിലൂടെ നോക്കാൻ പോകുന്നത് കഴിഞ്ഞ മാസം ഏറ്റവും കൂടുതൽ വിറ്റുപോയ ടോപ്പ് 14 സബ് 4 മീറ്റർ കോമ്പാക്ട് SUVs ഏതൊക്കെയാണെന്നുള്ളതാണ്. ഇതിനകത്ത് ഇപ്പോൾ നമുക്ക് മെയിനായിട്ട് വരുന്ന 3.8 to 4 മീറ്റേഴ്സിന് ഇടയിൽ ലെങ്ത് വരുന്ന വണ്ടികളാണ്. ആൻഡ് നമ്മുടെ 14th പൊസിഷനിൽ നിൽക്കുന്ന വാഹനം റെനോയുടെ കൈഗറാണ്. ഈ വണ്ടിക്ക് ഇപ്പോൾ ജസ്റ്റ് ഒരു ഫേസ് ലിഫ്റ്റ് കിട്ടിയിട്ടുണ്ട്. അതിൻ്റെ ഭാഗമായിട്ട് തന്നെ കഴിഞ്ഞ മാസം ഒരു പ്രൊഡക്ഷൻ നന്നായിട്ട് കുറച്ചായിരുന്നു. അതായത് 2025 ജൂലൈയിൽ ജസ്റ്റ് 323 വാഹനങ്ങളുടെ സെയിൽ മാത്രമേ അതിന് കിട്ടിയിട്ടുള്ളൂ. അതുപോലെ നമ്മൾ മന്ത് ഓൺ മന്ത് ബേസിൽ കമ്പയർ ചെയ്യുകയാണെങ്കിലും 2025 ജൂൺ, അതായത് കഴിഞ്ഞതിന് മുന്നത്തെ മാസം 755 വാഹനങ്ങളുടെ സെയിൽ മാത്രമേ കിട്ടിയിട്ടുണ്ടായിരുന്നുള്ളൂ. 432 വണ്ടികളുടെ വ്യത്യാസവും 57.22% ഡീഗ്രോത്ത് റേറ്റും വന്നിട്ടുണ്ട്. നമ്മുടെ ഈ ലിസ്റ്റിൽ ടെക്നിക്കലി മന്ത് ഓൺ മന്തിൽ ഏറ്റവും കൂടുതൽ ഡീഗ്രോത്ത് റേറ്റ് വന്ന ഈ വണ്ടിക്കാണ്. പക്ഷേ ഇനിയിപ്പം ഫേസ് ലിഫ്റ്റ് വന്നതുകൊണ്ട് തന്നെ സെയിൽ കൂടും എന്ന് തീർച്ചയായും നമുക്ക് പ്രതീക്ഷിക്കാം. ഇനി നമ്മുടെ ലിസ്റ്റിൽ അടുത്ത 13th പൊസിഷനിൽ നിൽക്കുന്ന വാഹനം മാരുതി സുസുക്കിയുടെ ജിംനിയാണ്. ഈ വണ്ടിക്ക് ഇനിയിപ്പോൾ പ്രത്യേകിച്ച് ഫേസ് ലിഫ്റ്റ് ഒന്നും എടുത്തൊന്നും വരാനില്ല, അറ്റ്ലീസ്റ്റ് ഇന്ത്യയിലെങ്കിലും. പുറത്തൊക്കെ ഇപ്പോൾ പെട്ടെന്ന് ഓസ്ട്രേലിയയിൽ ഈ വാഹനത്തിൻ്റെ 5 ഡോർ മോഡൽ, അതായത് ജിംനി നൊമേഡ് അല്ലെങ്കിൽ ജിംനി എക്സൽ എന്ന് പറയുന്ന മോഡലിൻ്റെ ബുക്കിംഗ്സ് എടുക്കുന്നവർ നിർത്തിയിട്ടുണ്ട്. എനിവേ കഴിഞ്ഞ മാസം 362 വാഹനങ്ങളുടെ സെയിലാണ് ഇന്ത്യയിൽ കിട്ടിയത്. ജൂൺ മാസത്തിൽ 371 വണ്ടികളുടെ സെയിലായിരുന്നു കിട്ടിയത്. 9 വണ്ടികളുടെ വ്യത്യാസം 2.43% ഡീഗ്രോത്ത് റേറ്റേ ഉള്ളൂ. സെയിൽസ് അത്യാവശ്യം കൺസിസ്റ്റൻ്റ് ആണ്, പക്ഷേ അധികം സെയിലില്ല എന്നുള്ളൊരു കുഴപ്പം മാത്രമേ ഉള്ളൂ. സത്യം പറഞ്ഞാൽ 5 ഡോർ ജിംനിക്ക് ഇന്ത്യയിൽ മാത്രമേ ഡിമാൻഡ് ഇല്ലാത്തുള്ളൂ. അതല്ലാതെ ഇവിടുന്ന് പുറത്തേക്ക് ഇവിടുന്ന് ഏത് സ്ഥലം നോക്കിയാലും അവിടെയൊക്കെ നല്ല ഡിമാൻഡാണ് ഇതിന്. ഇനി അടുത്ത നമ്മുടെ 12th പൊസിഷനിൽ നിൽക്കുന്ന വാഹനം സർപ്രൈസിംഗ്ലി കിയ സെറോസ് ആണ്. ഈ വണ്ടിയുടെ സെയിൽ ആദ്യത്തെ ഒരു 2-3 മാസം വലിയ കുഴപ്പമില്ലായിരുന്നു. പിന്നീട് എന്ത് സംഭവിച്ചെന്നറിയില്ല, കുത്തനെ ഇടിഞ്ഞ് താഴത്തോട്ട് വീണു. കഴിഞ്ഞ മാസം ജസ്റ്റ് 834 വാഹനങ്ങളുടെ സെയിൽ മാത്രമേ ഇതിന് കിട്ടിയുള്ളൂ. 2025 ജൂൺ, അതായത് കഴിഞ്ഞതിന് മുന്നത്തെ മാസമാണെങ്കിൽ പോലും 774 വാഹനങ്ങളുടെ സെയിൽ മാത്രമേ വന്നിട്ടുണ്ടായിരുന്നുള്ളൂ. സോ ജസ്റ്റ് 60 വണ്ടികളുടെ വ്യത്യാസം 7.75% ഗ്രോത്ത് റേറ്റ് നമുക്കിവിടെ പറയാം. ഇതിനിപ്പം ഓൺ പേപ്പർ ഗ്രോത്ത് ഉണ്ടെങ്കിലും 1000-ന് താഴെ ഒരു സബ് 4 മീറ്റർ വാഹനത്തിന് സെയിൽ വരിക എന്ന് പറഞ്ഞാൽ തീർച്ചയായും അത് അത്ര നല്ല സെയിൽസ് ഫിഗർ ആയിട്ടൊന്നും പറയാൻ പറ്റില്ല, സോണറ്റ് നന്നായിട്ട് പെർഫോം ചെയ്യുന്നുള്ള സ്ഥിതിക്ക്. ഇനി നമ്മുടെ അടുത്ത 11th പൊസിഷനിൽ നിൽക്കുന്ന നിസാൻ മാഗ്നൈറ്റ് ആണ്. ഇതിനും ഫേസ് ലിഫ്റ്റ് വന്നപ്പോൾ തൊട്ട് സെയിൽസ് വലിയ കുഴപ്പമില്ലാതെ നിൽക്കുന്നുണ്ട്, പക്ഷേ ഭയങ്കര ഇമ്പ്രൂവ്മെൻ്റ് ഒന്നും ഉണ്ടെന്ന് പറയാനും പറ്റില്ല. കഴിഞ്ഞ മാസം 1429 വണ്ടികളുടെ സെയിലാണ് ഇതിന് കിട്ടിയത്. കഴിഞ്ഞതിന് മുന്നത്തെ മാസം ജൂണിൽ 1313 വാഹനങ്ങളുടെ സെയിലായിരുന്നു വന്നത്. അതായത് 116 വാഹനങ്ങളുടെ വ്യത്യാസവും 8.83% ഗ്രോത്ത് റേറ്റുമാണ് വന്നിരിക്കുന്നത്. ഈ വാഹനത്തിലും കുറച്ചും കൂടെ കൂടുതൽ ഫീച്ചേഴ്സ് നമ്മുടെ പുതിയ കൈഗർ ഫേസ് ലിഫ്റ്റ് ഉണ്ട്, വെന്റിലേറ്റഡ് സീറ്റ്സ്, അങ്ങനത്തെ ഫീച്ചേഴ്സൊക്കെ. പക്ഷേ ഇതിനകത്ത് നമുക്ക് മൊത്തത്തിലുള്ള മെറ്റീരിയൽസ്, ഡാഷ്ബോർഡിൻ്റെ ക്വാളിറ്റി, ലെതററ്റ് ഫിനിഷ്, അതിലൊക്കെ കുറച്ച് വ്യത്യാസം വന്നായിരുന്നു, കുറച്ചുകൂടെ പ്രീമിയമായി. ഇനി നമ്മുടെ അടുത്ത 10th പൊസിഷനിൽ നിൽക്കുന്ന വാഹനം ടൊയോട്ടയുടെ അർബൻ ക്രൂസർ ടൈസർ ആണ്. ഇതിന് കഴിഞ്ഞ മാസം 1687 വാഹനങ്ങളുടെ സെയിലാണ് വന്നത്. പക്ഷേ ജൂൺ മാസത്തിൽ 2408 വാഹനങ്ങളുടെ സെയിൽ വന്നായിരുന്നു. 721 വാഹനങ്ങളുടെ വ്യത്യാസവും 29.94% ഡീഗ്രോത്ത് റേറ്റുമാണ്. നമ്മുടെ ലിസ്റ്റിൽ രണ്ടാമതായി ഏറ്റവും കൂടുതൽ ഡീഗ്രോത്ത് പെർസെൻറ്റേജ് ഉള്ള വണ്ടിയാണ്. പക്ഷേ അങ്ങനെ വലിയ കാര്യമായിട്ട് എടുക്കേണ്ട കാര്യമില്ല, കാരണം ഇത് ജസ്റ്റ് ഫ്രോങ്സിൻ്റെ റീബാച്ച്ഡ് ആയിട്ടുള്ളൊരു ടൊയോട്ട വേർഷനാണ്. അതുകൊണ്ട് സുസുക്കി എത്രത്തോളം കൊടുക്കുന്നു അത്രത്തോളമാണ് അവർ വിൽക്കുന്നത്, ഓർ സുസുക്കി എത്രത്തോളം പ്രൊഡ്യൂസ് ചെയ്യുന്നു അത്രത്തോളം നമ്പേഴ്സാണ് നമുക്ക് കിട്ടുന്നത്. ബേസിക്കലി ഇത് ഫാക്ടറി ഡിസ്പാച്ച് യൂണിറ്റ് ആണ്, കറക്റ്റ് സെയിൽസ് യൂണിറ്റ് അല്ല. ഇനി നമ്മുടെ അടുത്ത 9th പൊസിഷനിൽ നിൽക്കുന്ന വാഹനം സ്കോഡയുടെ കൈലാക്കാണ്. ഈ വണ്ടി അത്യാവശ്യം നല്ല വാഹനമാണ്. ഇറങ്ങിയ സമയത്തൊക്കെ 4000-5000 സെയിൽ ഉണ്ടായിരുന്നു. ഇപ്പോൾ പക്ഷേ കഴിഞ്ഞ മാസം 3377 വണ്ടികളുടെ സെയിൽ ഉണ്ടായിരുന്നുള്ളൂ. ജൂൺ മാസത്തിൽ 3196 വാഹനങ്ങളുടെ സെയിലേ ഉള്ളൂ. കമ്പാരിറ്റീവ്ലി 181 വണ്ടികളുടെ വ്യത്യാസവും 5.66% ഗ്രോത്ത് റേറ്റും ഒക്കെ ഉണ്ട്. പക്ഷേ എൻ്റെ അഭിപ്രായത്തിൽ ഈ വാഹനം 4000-5000 ഇടയിൽ തന്നെ സെയിൽസ് ഡിസേർവ് ചെയ്യുന്നൊരു വണ്ടിയാണ്. കാരണം പ്രൈസ് പോയിന്റ് കൊണ്ട് നോക്കുകയാണെങ്കിലും ഫീച്ചേഴ്സ്, അതുപോലെ എൻജിൻ, ഡൈനാമിക്സ്, എന്ത് രീതിയിൽ നോക്കുകയാണെങ്കിലും ഈ വണ്ടി അത്യാവശ്യം നല്ലതാണ്, പ്രത്യേകിച്ച് നമ്മൾ ഈ സെഗ്മെൻറ്റിൽ എടുത്ത് നോക്കുന്ന സമയത്ത്. ഇനി നമ്മുടെ അടുത്തതായിട്ട് 8th പൊസിഷനിൽ നിൽക്കുന്ന വാഹനം ഹ്യുണ്ടായുടെ എക്സ്റ്റർ ആണ്. ഇതിന് കഴിഞ്ഞ മാസം 5075 വാഹനങ്ങളുടെ സെയിലാണ് കിട്ടിയത്. ജൂൺ മാസത്തിൽ 5873 വാഹനങ്ങളുടെ സെയിലായിരുന്നു കിട്ടിയിരുന്നത്. അതായത് 798 വാഹനങ്ങളുടെ വ്യത്യാസം 13.59% ഡീഗ്രോത്ത് റേറ്റും വന്നിട്ടുണ്ട്. നമ്മുടെ ലിസ്റ്റിൽ മൂന്നാമതായി ഏറ്റവും കൂടുതൽ മന്ത് ഓൺ മന്തിൽ ഡീഗ്രോത്ത് പെർസെൻറ്റേജ് വന്നിരിക്കുന്ന വണ്ടിയാണ് എക്സ്റ്റർ. ഞാൻ എപ്പോഴും പറയുന്നതാണ്, പഞ്ചിനെ പിടിക്കാനായിട്ട് ഹ്യുണ്ടായി ഇറക്കിയ ഒരു ഗ്രാൻഡ് ഐറ്റൻ ന്യൂസ് ബേസ്ഡ് വണ്ടിയാണ്. പക്ഷേ അത്ര ഒന്നും ഡിമാൻഡ് വണ്ടിക്ക് കിട്ടിയില്ല. പഞ്ച് മിക്കവാറൊക്കെ ഒരു ഇപ്പോൾ 12,000-ന് വിൽക്കുന്നതെങ്കിലും കഴിഞ്ഞ വർഷം 15,000-18,000 റേഞ്ചിലൊക്കെ വിറ്റുകൊണ്ടിരുന്നതാണ്. ഇത് മിക്കവാറും എപ്പോഴും 10,000-ന് താഴെയായിരുന്നു എക്സ്റ്ററിൻ്റെ സെയിൽസ്. ഇനി അടുത്ത നമ്മുടെ 7th പൊസിഷനിൽ നിൽക്കുന്ന വാഹനം മഹീന്ദ്രയുടെ XUV3X ആണ്. ഇതിന് കഴിഞ്ഞ മാസം 7238 വാഹനങ്ങളുടെ സെയിലാണ് കിട്ടിയത്. ജൂൺ മാസത്തിൽ 7089 വണ്ടികളുടെ സെയിലായിരുന്നു കിട്ടിയിരുന്നത്. അതായത് 149 വണ്ടികളുടെ വ്യത്യാസം 2.1% ഗ്രോത്ത് റേറ്റാണ് വന്നിരിക്കുന്നത്. ഈ 3X വന്നപ്പോൾ തൊട്ട് പണ്ടുണ്ടായിരുന്ന 300 വെച്ച് കമ്പയർ ചെയ്യുമ്പോൾ സെയിൽ നന്നായിട്ട് ഇമ്പ്രൂവ് ആയിട്ടുണ്ട്. പക്ഷേ ഇടയ്ക്കൊരു കാലത്ത് 10,000 വെച്ചൊക്കെ സെയിൽ കിട്ടുമായിരുന്നു. ഇപ്പോൾ 7000-ന് അടുത്തോട്ട് പോയി. സ്റ്റിൽ വലിയ കുഴപ്പമില്ല. മഹീന്ദ്ര അവരുടെ കുറച്ചും കൂടെ വില കൂടിയ വണ്ടികൾ ഇഷ്ടംപോലെ വിൽക്കുന്നുണ്ട്. അപ്പോൾ പിന്നെ എൻട്രി ലെവൽ വാഹനമായ 3X 7000-ന് അടുത്തൊക്കെ വിൽക്കുന്നുള്ളൂ എന്ന് പറയുന്നത് വലിയൊരു പ്രശ്നമുള്ള കേസൊന്നും അല്ല.
ഇനി അടുത്ത 6th പൊസിഷനിൽ നിൽക്കുന്ന വാഹനം കിയയുടെ സോണറ്റ് ആണ്. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ സിറോസിന് 1000-ന് താഴെയാണ് സെയിലെങ്കിൽ സോണറ്റിന് കഴിഞ്ഞ മാസം 7627 വാഹനങ്ങളുടെ സെയിൽ കിട്ടിയിട്ടുണ്ട്. ജൂൺ മാസത്തിൽ 6658 വാഹനങ്ങളുടെ സെയിൽ ഉണ്ടായിരുന്നുള്ളൂ. കമ്പയർ ചെയ്യുമ്പോൾ 969 വണ്ടികളുടെ വ്യത്യാസവും 14.55% ഗ്രോത്ത് റേറ്റ് ഉണ്ട്. അത്യാവശ്യം ഡീസൻ്റ് ആണ്. ഈ ലിസ്റ്റിൽ സത്യം പറഞ്ഞാൽ അങ്ങനെ ഭയങ്കര വലിയ ഗ്രോത്ത് പെർസെൻറ്റേജ് ഉള്ള വണ്ടികളൊന്നും ഇല്ല. അതുകൊണ്ടാണ് ഞാൻ ബെസ്റ്റ് അത് ഇതൊന്നും പറയാത്തത്. ഇപ്പോൾ ടെക്നിക്കലി നോക്കുകയാണെങ്കിൽ മൂന്നാമതായി ഏറ്റവും കൂടുതൽ ഗ്രോത്ത് പെർസെൻറ്റേജ് ഉള്ള വണ്ടി സോണറ്റ് ആണ് കഴിഞ്ഞ മാസം. അതുപോലെ തന്നെ എൻ്റെ തൊട്ട് മുകളിലായിട്ട് സ്വന്തം സഹോദരനായി ഹ്യുണ്ടായുടെ വെന്യൂ ഇരിപ്പുണ്ട്. 8054 വാഹനങ്ങളുടെ സെയിലാണ് കഴിഞ്ഞ മാസം കിട്ടിയത്. ജൂൺ മാസത്തിൽ 6858 വാഹനങ്ങളുടെ സെയിലായിരുന്നു കിട്ടിയത്. 1196 വാഹനങ്ങളുടെ വ്യത്യാസം 17.44% ഗ്രോത്ത് റേറ്റും ഉണ്ട്. നമ്മുടെ ഈ ലിസ്റ്റിൽ രണ്ടാമതായി ഏറ്റവും കൂടുതൽ ഗ്രോത്ത് പെർസെൻറ്റേജ് വന്നിരിക്കുന്ന ഇതിനാണ്. ഈ ചെറിയ വ്യത്യാസമുള്ളൂ, അല്ലാണ്ട് 50-60% ഗ്രോത്ത് റേറ്റ് ഒന്നുമില്ല. ഈ വണ്ടിക്ക് ഒരു ഫേസ് ലിഫ്റ്റ് ഒക്ടോബർ 24 വരുന്നുണ്ട്. സോ നിങ്ങൾ വെന്യൂ വാങ്ങാൻ പ്ലാൻ ചെയ്യുന്നുണ്ടെങ്കിൽ ഉറപ്പായിട്ടും ഫേസ് ലിഫ്റ്റ് വന്നിട്ട് എടുക്കുന്നതായിരിക്കും നല്ലത്. ഇനി നമ്മുടെ അടുത്ത 4th പൊസിഷനിൽ നിൽക്കുന്ന വാഹനം ടാറ്റയുടെ പഞ്ചാണ്. ഇതിന് കഴിഞ്ഞ മാസം 10785 വാഹനങ്ങളുടെ സെയിലാണ് വന്നത്. ജൂൺ മാസത്തിൽ 10446 വാഹനങ്ങളുടെ സെയിലായിരുന്നു. 339 വണ്ടികളുടെ വ്യത്യാസം 3.25% ഗ്രോത്ത് റേറ്റുമാണ് വന്നിരിക്കുന്നത്. ഈ ലിസ്റ്റിൽ രണ്ടാമതായി ഏറ്റവും കുറവ് ഗ്രോത്ത് പെർസെൻറ്റേജ് വന്നിരിക്കുന്ന വണ്ടി മന്ത് ഓൺ മന്ത് ബേസിൽ നോക്കുമ്പോൾ പഞ്ചാണ്. ആൻഡ് സെയിലാണെങ്കിലും ഇപ്പോൾ 2024 വെച്ച് കമ്പയർ ചെയ്യുമ്പോൾ വളരെ മോശമാണെന്ന് പറയേണ്ടി വരും. 18,000-17,000 റേഞ്ചിലൊക്കെ വന്നുകൊണ്ടിരുന്ന ഒരു കാലത്ത് നിന്ന് ഇപ്പം 10,000-ലോട്ടാണ് നേരെ താഴ്ന്നിരിക്കുന്നത്. ആൻഡ് കമ്പാരിറ്റീവ്ലി നെക്സോണിൻ്റെ സെയിൽ എപ്പോഴും മിക്ക മാസങ്ങളിലും ഇപ്പം പഞ്ച് വെച്ച് കമ്പയർ ചെയ്യുന്ന സമയത്ത് കൂടുതലാണ്. അത് ഞാൻ എല്ലാ മാസത്തെ സെയിൽസ് കണക്കിലും പറയുന്നതാണ്. അതുകൊണ്ട് തന്നെ നമ്മുടെ 3rd പൊസിഷനിൽ നിൽക്കുന്ന വണ്ടി നെക്സോൺ ആണ്. 12,825 വാഹനങ്ങളുടെ സെയിൽ കഴിഞ്ഞ മാസത്തിന് കിട്ടിയായിരുന്നു. അതായത് 2000 യൂണിറ്റ്സിനടുത്ത് പഞ്ച് വെച്ച് കമ്പയർ ചെയ്യുമ്പോൾ കൂടുതലാണ്. ഇനി 2025 ജൂൺ, അതായത് കഴിഞ്ഞതിന് മുന്നത്തെ മാസം 11,602 വാഹനങ്ങളുടെ സെയിലും നെക്സോണിന് കിട്ടിയായിരുന്നു. 1223 വാഹനങ്ങളുടെ വ്യത്യാസവും 10.54% ഗ്രോത്ത് റേറ്റും വന്നിട്ടുണ്ട്. എന്തായാലും ഈ വർഷം പഞ്ചിന് എന്താ സംഭവിച്ചു, നെക്സോണിന് എന്താ സംഭവിച്ചു? നെക്സോണിൻ്റെ സെയിൽ കൂടി പഞ്ചിൻ്റെ സെയിൽ കുറഞ്ഞു. എന്തായാലും പഞ്ചിനൊരു ഫേസ് ലിഫ്റ്റ് ഇനിയിപ്പോൾ അധികം വേഗാതെ വരുന്നുണ്ട്. അതും കൂടെ വന്നു കഴിയുമ്പോഴേക്കും വീണ്ടും സെയിൽ ടാറ്റ തിരിച്ചു പിടിക്കുമായിരിക്കും എന്ന് നമുക്ക് വിചാരിക്കാം, കണ്ടറിയാം. ഇനി അടുത്ത 2nd പൊസിഷനിൽ നിൽക്കുന്ന വാഹനം മാരുതി സുസുക്കിയുടെ ഫ്രോങ്സ് ആണ്. ഇതിന് കഴിഞ്ഞ മാസം 12,872 വാഹനങ്ങളുടെ സെയിലാണ് കിട്ടിയത്. ജൂൺ മാസത്തിൽ 9,815 വാഹനങ്ങളുടെ സെയിൽ ഉണ്ടായിരുന്നുള്ളൂ. സോ 3,057 വാഹനങ്ങളുടെ വ്യത്യാസം 31.15% ഗ്രോത്ത് റേറ്റും ഉണ്ട്. നമ്മുടെ ഈ ലിസ്റ്റിൽ ഏറ്റവും കൂടുതൽ ഗ്രോത്ത് പെർസെൻറ്റേജ് വന്നിരിക്കുന്ന ഈ വണ്ടിക്കാണ്. ആൻഡ് ഈ വണ്ടിയും അത്യാവശ്യം നല്ലതാണ്. ഇടയ്ക്കൊരു കാലത്ത് ഇതിനും 15,000-ന് മുകളിലൊക്കെ സെയിൽ കിട്ടിക്കൊണ്ടിരുന്നതാണ്. പക്ഷേ 13,000-നടുത്തും വലിയ കുഴപ്പമില്ല. നമ്പർ 1 നിൽക്കുന്ന മാരുതി സുസുക്കിയുടെ തന്നെ വണ്ടിയാണ്, ബ്രസയാണ്. 14,065 വാഹനങ്ങളുടെ സെയിലാണ് കഴിഞ്ഞ മാസത്തിന് കിട്ടിയത്. ജൂൺ മാസത്തിൽ 14,507 വാഹനങ്ങളുടെ സെയിലാണ് കിട്ടിയത്. സോ ജസ്റ്റ് 442 വണ്ടികളുടെ വ്യത്യാസം 3.05% ഡീഗ്രോത്ത് റേറ്റും ഉള്ളൂ. നമ്മുടെ ഈ ലിസ്റ്റിൽ രണ്ടാമതായി ഏറ്റവും കുറവ് ഡീഗ്രോത്ത് പെർസെൻറ്റേജ് വന്നിരിക്കുന്ന വണ്ടി ബ്രസയാണ്. വലിയ കുഴപ്പമൊന്നുമില്ല, സെയിൽ അത്യാവശ്യം നല്ലതാണ്. ആൻഡ് കഴിഞ്ഞ മാസത്തെ ബെസ്റ്റ് സെല്ലിംഗ് സബ്ഫോമീറ്റർ SUV ബ്രസ തന്നെയാണ്. സോ ഗൈസ്, ഇതാണ് സബ്ഫോമീറ്റർ SUVസിൻ്റെ ബെസ്റ്റ് സെല്ലിംഗ് വാഹനങ്ങളുടെ വീഡിയോ. നിങ്ങളുടെ എക്സിസ്റ്റിംഗ് വാഹനത്തിന് എന്തെങ്കിലും ചെറിയ ആക്സസറീസോ ക്ലീനിങ് പ്രോഡക്ട്സ് ഒക്കെ വേണമെന്നുണ്ടെങ്കിൽ തീർച്ചയായും നമ്മുടെ ഡിസ്ക്രിപ്ഷൻ അല്ലെങ്കിൽ പ്രൊഡക്ട്സ് ടാഗ് ചെക്കൗട്ട് ചെയ്യുക. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ഉറപ്പായിട്ടും ലൈക്കും സബ്സ്ക്രൈബും ഷെയറും കൂടെ ചെയ്തേക്കുക. നമുക്ക് മറ്റൊരു വീഡിയോയിൽ കാണാം. അതുവരെ താങ്ക് യു ഫോർ വാച്ചിങ് മൈ വീഡിയോ ആൻഡ് ഗുഡ് ബൈ.